Okay, so from the previous class we discussed about the structure of eye and the main parts and their functions. Today we are learn about the regulation of light in the eye. നമ്മുടെ കണ്ണിൽ എങ്ങനെയാണ് ലൈറ്റ് റെഗുലേറ്റ് ചെയ്യപ്പെടുന്നത്? ഫസ്റ്റ് ഓഫ് ഓൾ, the entry of a large amount of light is harmful to the tissues of the eye. നമുക്കെല്ലാവർക്കും we all know that yes, the entry of large amount of light is harmful to the tissues of the eye. Is it? Yes, നമ്മുടെ നല്ല എന്താ പറയുക ഭയങ്കര തീവ്രമായിട്ടുള്ള ലൈറ്റ് റേസ് നമ്മുടെ കണ്ണിന് ഹാംഫുൾ ആണ്. So iris and the aperture at its center called the pupil regulate the amount of light falling on the eyes. ഐറിസും അതുപോലെ തന്നെ പ്യൂപ്പിളും ഈ രണ്ട് പാർട്സ് ആണ് എന്ത് ചെയ്യുന്നത്? യെസ്, ഇറ്റ് റെഗുലേറ്റ് ദ എമൗണ്ട് ഓഫ് ലൈറ്റ് ഫാളിങ് ഓൺ ദി ഐസ്. നമ്മുടെ ഐസിൽ വരുന്ന ലൈറ്റിന് എന്ത് ചെയ്യുന്നത്? അതിൻ്റെ ആ ഒരു എമൗണ്ടിന് റെഗുലേറ്റ് ചെയ്യപ്പെടുന്നത് ഐറിസ് ആൻഡ് പ്യൂപ്പിളാണ്. So here is a picture of a regulation of light in the eye. Okay, all are you observed? Okay, from that picture we know that the size of the pupil is regulated by the action of circular muscles and radial muscles. In our eyes there are two types of muscles are present. One is circular muscles and the another one is radial muscles. When അവിടെ രണ്ട് എക്സ്പീരിയൻസ്, രണ്ട് റീസൺസ് തന്നിട്ടുണ്ട്. ദ ഫസ്റ്റ് വൺ ഈസ് ചേഞ്ച് ഇൻ പ്യൂപ്പിൾ ഇൻ ഡിം ലൈറ്റ് ആൻഡ് ചേഞ്ച് ഇൻ പ്യൂപ്പിൾ ഇൻ ബ്രൈറ്റ് ലൈറ്റ്. ഡിം ലൈറ്റിലും ബ്രൈറ്റ് ലൈറ്റിലും വരുന്ന ചേഞ്ചസ് എന്തൊക്കെയാണെന്ന് ലെറ്റ്സ് ചെക്ക് ഇറ്റ്. ഓക്കെ, when the radial muscles contract in dim light, the size of the pupil increases. ഒരു ഡിം ലൈറ്റിൽ, അതായത് ഡിം ലൈറ്റിൽ എന്താണ് വാട്ട്സ് ദ ചേഞ്ചസ് ടേക്സ് പ്ലേസ് ഇൻ അവർ ഐസ്? യെസ്, റേഡിയൽ മസിൽസ് കോൺട്രാക്ട്. ടു ടൈപ്സ് മസിൽസ് പ്രസൻസ് ആണ്, സർക്കുലർ ആൻഡ് റേഡിയൽ മസിൽസ്. റേഡിയൽ മസിൽസ് കോൺട്രാക്ട് which means the size of the pupil is increases. So when the circular muscles contract in intense light, the size of the pupil decreases. That means ഒരു ബ്രൈറ്റ് ലൈറ്റിൽ എന്താണ് ചെയ്യുന്നത്? സർക്കുലർ മസിൽസ് കോൺട്രാക്റ്റ് ചെയ്യും. സർക്കുലർ മസിൽസ് കോൺട്രാക്റ്റ് ചെയ്യുമ്പോൾ അവിടെയുള്ള പ്യൂപ്പിളിൻ്റെ സൈസ് ഡെഫിനറ്റ്ലി ഡിക്രീസ് ചെയ്യും. ബട്ട് ഇൻ ദ കേസ് ഓഫ് എ ഡിം ലൈറ്റ്, റേഡിയൽ മസിൽസ് എന്ത് ചെയ്യുന്നുണ്ട്? കോൺട്രാക്റ്റ് ചെയ്യാൻ. റേഡിയൽ മസിൽസ് കോൺട്രാക്റ്റ് ചെയ്യുമ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത്? യെസ്, പ്യൂപ്പിളിൻ്റെ സൈസ് എന്ത് ചെയ്യാണ്? ഇൻക്രീസ് ചെയ്യാണ്. ജസ്റ്റ് ഇത്രയും ഓർത്ത് വെച്ചാൽ മതി. ഡിം ലൈറ്റിലാണെങ്കിൽ പ്യൂപ്പിളിൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്യപ്പെടുന്നുണ്ട് റേഡിയൽ മസിൽസ് കോൺട്രാക്റ്റ് ചെയ്യുമ്പോൾ. ദെൻ ഇൻ കേസ് ഓഫ് എ ബ്രൈറ്റ് ലൈറ്റ്, പ്യൂപ്പിൾ സൈസ് ഡിക്രീസസ് വെൻ സർക്കുലർ മസിൽസ് കോൺട്രാക്റ്റ്. Okay, thus the amount of light falling on the lens is regulated according to the intensity of light. വരുന്ന ലൈറ്റിനനുസരിച്ചിട്ടാണ് ഇതിൻ്റെ എമൗണ്ട് എന്ത് ചെയ്യപ്പെടുന്നത്? യെസ്, ഇത് റെഗുലേറ്റ് ചെയ്യപ്പെടുന്നത്. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ലെൻസ് എങ്ങനെയുള്ള ലെൻസാണ്? യെസ്, ട്രാൻസ്പാരൻ്റ് ആണ്, കോൺവെക്സ് ലെൻസ് ആണ് അല്ലേ? In next we are going to learn about the formation of image. How to form an image. Okay, let's go to the topic. Okay, the curvature of the cornea and the lens help light rays which reflect from an object to get focused on the retina. നമ്മുടെ കോർണിയയുടെ കർവേച്ചറും അതേപോലെ തന്നെ ലെൻസും കോർണിയയുടെ കർവേച്ചറുമാണ് എന്തിന് ഹെൽപ്പ് ചെയ്യുന്നത്? ലൈറ്റ് റേസ് റിഫ്ലക്റ്റ് ഫ്രം ദി ഒബ്ജക്റ്റ് ടു ഗെറ്റ് ഫോക്കസ്ഡ് ഓൺ ദി റെറ്റിന. റെറ്റിനയിൽ ആ ലൈറ്റ് റേസ് ഫോക്കസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നവരാണ് ദ കർവേച്ചർ ഓഫ് ദി കോർണിയ ആൻഡ് ദി ലെൻസ്. ഓക്കെ, സോ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 25 ഫോർമേഷൻ ഓഫ് ഇമേജ്, കെയർഫുള്ളി ഒബ്സർവ് ദി പിക്ചർ. Okay, all are you observed? So what are the peculiarities? List the peculiarities the image formed. Yes, it is real and small,
inverted. That is the main peculiarities of an formation of images. Okay, all are you got it? Okay, the next one is നമുക്ക് നിയർ ബൈ ഒബ്ജക്ട്സിനെയും ലൈക്ക് ദാറ്റ് ഡിസ്റ്റൻസ് ഒബ്ജക്റ്റിനെയും കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. നമുക്ക് എന്താ പറയുക, ഒന്നിന് ഏതെങ്കിലും ഡിസീസോ ഡിഫക്ട്സോ ഒന്നും ഇല്ലെങ്കിൽ എന്താണ്, ഓഫ് കോഴ്സ് വി ക്യാൻ സീ നിയർ ബൈ ഒബ്ജക്ട്സ് ആൻഡ് distance object. How is it possible? Let's go to the topic. Okay, when we see the nearby object, നമുക്ക് അടുത്തുള്ള ഒരു ഒബ്ജക്റ്റിനെയാണ് നമ്മൾ കാണുന്നതെങ്കിൽ, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ലെൻസ് വെച്ച് കണക്ട് ചെയ്തിരുന്ന ആരുണ്ടായിരുന്നു, സീലിയറി മസിൽസ് ആൻഡ് ത്രെഡ് ലൈക്ക് ലിഗമെൻറ്റ്സ് ഒക്കെ അവിടെ പ്രസൻസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇൻ കേസ് ഓഫ് നിയർ ബൈ ഒബ്ജക്റ്റിനെയാണ് വൈൽ വ്യൂവിങ് നിയർ ബൈ ഒബ്ജക്റ്റ് അവിടെയുള്ള സീലിയറി മസിൽസ്. Okay, look at your textbook carefully. Okay, then ciliary muscles, what happened to the ciliary muscles? It contract. When the ciliary muscles are contract, the ligaments are relaxed. ഒന്ന് കോൺട്രാക്ട് ചെയ്യുമ്പോൾ of course the another one is relax ചെയ്യും. In this here ciliary muscles are contract and the time ligaments are relaxed. So the curvature of lens increases, so the focal length decreases. Look at the picture carefully. ഓക്കെ, പിക്ചറിൽ മനസ്സിലാവുന്നില്ലേ എന്തൊക്കെ ചേഞ്ചസ് ആണ്? രണ്ടും ഒരേപോലെയാണോ? നോ, ഇറ്റ്സ് ഡിഫറെൻറ്റ്. നിയർ ബൈ ഒബ്ജക്റ്റിൻ്റെ കേസിലാണെങ്കിൽ ദ കർവേച്ചർ ഓഫ് ലെൻസ് ഇൻക്രീസസ്, സോ ദ ഫോക്കൽ ലെങ്ത് ഡിക്രീസസ്. സീലിയറി മസിൽസ് കോൺട്രാക്ട് ആൻഡ് ദ ലിഗമെൻറ്റ്സ് റിലാക്സ്. സോ ഇങ്ങനെ ഒരു ചേഞ്ചസ് ഇപ്പോൾ നിയർ ബൈ ഒബ്ജക്ട്സിൻ്റെ കേസിൽ ചോദിക്കുകയാണ്, കർവേച്ചർ ഓഫ് ലെൻസ് ഡാഷ്, ഫോക്കൽ ലെങ്ത് ഡാഷ്. സോ വാട്ട് യു വിൽ റൈറ്റ്? യെസ്, കർവേച്ചർ ഓഫ് ലെൻസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഫോക്കൽ ലെങ്ത് ഡിക്രീസ് ചെയ്യും. ഇൻ ദ കേസ് ഓഫ് വൈൽ വ്യൂവിങ് ഡിസ്റ്റൻറ്റ് ഒബ്ജക്റ്റ്, ദൂരെയുള്ളൊരു ഒബ്ജക്റ്റിനെ കാണുകയാണെങ്കിൽ ഇതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ്, ലൈക്ക് സീലിയറി മസിൽസ് റിലാക്സ് ചെയ്യുന്ന ടൈമിൽ ലിഗമെൻറ്റ്സ് അവിടെ സ്ട്രെച്ച് ചെയ്യും. സോ ലിഗമെൻറ്റ്സ് സ്ട്രെച്ച് ചെയ്ത് പിടിക്കുമ്പോൾ എന്തായിരിക്കും അവിടെ? യെസ്, ഓഫ് കോഴ്സ് ദ കർവേച്ചർ ഓഫ് ലെൻസ് ഡിക്രീസസ്. അവിടെ എന്തില്ല, ലെൻസിന് കർവേച്ചർ ഒന്നും സംഭവിക്കുന്നില്ല. ഇറ്റ്സ് ഇൻ ദ ഡിക്രീസിങ് സ്റ്റേറ്റ്. അതായത് കർവേച്ചർ ഓഫ് ലെൻസ് ഡിക്രീസ് ചെയ്യുമ്പോൾ ഫോക്കൽ ലെങ്ത് ഓഫ് കോഴ്സ് ഇൻക്രീസ് ചെയ്യപ്പെടും. ഓക്കെ, കർവേച്ചർ ഓഫ് ലെൻസ് ഇൻക്രീസ് ചെയ്യപ്പെടുമ്പോഴാണ് ഫോക്കൽ ലെങ്ത് ഡിക്രീസ് ചെയ്യുക. ബട്ട് കർവേച്ചർ ഓഫ് ലെൻസ് ഡിക്രീസ് ചെയ്യപ്പെടുകയാണെങ്കിൽ അതിൻ്റെ ആ ഫോക്കൽ ലെങ്ത് എന്തായിരിക്കും? ഓഫ് കോഴ്സ് ഇറ്റ് ഇൻക്രീസസ്. ഓക്കെ, ദാറ്റ്സ് അബൌട്ട് ദ വൈൽ വ്യൂവിങ് ഡിസ്റ്റൻറ്റ് ആൻഡ് നിയർ ബൈ ഒബ്ജക്ട്സ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ഈസ് റെറ്റിന ആൻഡ് ഫോട്ടോ റിസെപ്റ്റേഴ്സ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ റെറ്റിനയിലാണ് ഫോട്ടോ റിസെപ്റ്റേഴ്സ് പ്രസൻസ്. അതിൽ യെല്ലോ സ്പോട്ടിലാണ് നമുക്ക് വിഷൻ പോസിബിൾ ആകുന്നത്. Okay, so rod cells and cone cells are the photoreceptors in the retina. Photoreceptors with two types of cells present ആണ്. Which of them? Yes, one is rod cell and the another one is cone cell. In rod cell containing the visual pigment called rhodopsin. റോഡ് സെൽസിൽ ഒരു പിഗ്മെൻറ്റ്സ് പ്രസൻ്റ് ആണ്. ദേ ആർ കോൾഡ് rhodopsin, and this pigment is formed from a protein named opsin and retinal, which is a derivative of vitamin A. ഈ പിഗ്മെൻറ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ റോഡോപ്സിൻ എന്ന് പറയുന്ന ഈ പിഗ്മെൻറ്റ് ഒരു പ്രോട്ടീൻ നിന്നാണ് ഫോം ചെയ്തിട്ടുള്ളത്. ഓപ്സിൻ ആൻഡ് റെറ്റിനൽ എന്ന് പറയുന്ന പ്രോട്ടീനിൽ നിന്നാണ് റോഡോപ്സിൻ പിഗ്മെൻറ്റ് ഫോം ചെയ്തിട്ടുള്ളത്, വിച്ച് ഈസ് ആൻ ഡെറിവേറ്റീവ് ഓഫ് വൈറ്റമിൻ എ. വൈറ്റമിൻ എൻ്റെ ഒരു ഡെറിവേറ്റീവാണ് ഈ പിഗ്മെൻറ്റ്. ദെൻ the rhodopsin, they are active in dim light. We are able to see object in dim light. The cells cannot detect color. നമ്മുടെ റോഡോപ്സിൻ അല്ലെങ്കിൽ റോഡ് സെൽസ് എന്ന് വെച്ചാൽ they are activated in dim light, able to see object in dim light. So pigment, റോഡ് സെല്ലിൻ്റെ pigment ഏതാ? Yes, of course it is rhodopsin. And what's their shape? Yes, rod shaped. And the major functions of rod cell,
Yes, it is activated in dim light and able to see objects in dim light. So that's about rod cell. The next one is cone cell. Cone cell containing a pigment called photopsin, otherwise called iodopsin. ഫോട്ടോപ്സിൻ അല്ലെങ്കിൽ അയഡോപ്സിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പിഗ്മെൻറ്റ് കോൺ സെൽസിൽ പ്രസൻ്റ് ആണ്. ദ പിഗ്മെൻറ്റ് ഈസ് ആൾസോ കമ്പോസ്ഡ് ഓഫ് ഒപ്സിൻ ആൻഡ് റെറ്റിനൽ. ഒപ്സിനും റെറ്റിനൽ കൊണ്ട് തന്നെയാണ് ഈ പിഗ്മെൻറ്റ്സും കമ്പോസ് ചെയ്യപ്പെട്ടുള്ളത്. 3 types ഓഫ് കോൺ സെൽസ് ആണ് നമ്മുടെ ഐസിലുള്ളത്, വിച്ച് ഹെൽപ്സ് ടു ഡിറ്റക്റ്റ് ദ 3 പ്രൈമറി കളേഴ്സ് ഓഫ് ലൈറ്റ്. അതായത് 3 types കോൺ സെൽ ഉണ്ട്. ദേ ആർ ഹെൽപ്സ് ടു ഡിറ്റക്റ്റ് ദ 3 പ്രൈമറി കളേഴ്സ് ഓഫ് ലൈറ്റ്. 3 പ്രൈമറി കളേഴ്സിനെ ഡിറ്റക്റ്റ് ചെയ്യുന്നുണ്ട്. What are the colors? Yes, it's red, green and blue. Red, green, blue എന്നീ പറയുന്ന 3 കളേഴ്സിനെ ഡിറ്റക്റ്റ് ചെയ്യാൻ ഹെൽപ്ഫുൾ ആണ് ആര്? നമ്മുടെ കോൺ സെൽസ് അഥവാ ഫോട്ടോപ്സിനോ അയഡോപ്സിനോ അതിൽ കണ്ടെയ്ൻ ചെയ്യപ്പെടുന്ന പിഗ്മെൻ്റ് ആണത്. ഓക്കെ, this diversity is due to the difference in amino acid in the opsin and molecule. ഇവർക്ക് ഡൈവേഴ്സിറ്റിക്ക് വരാൻ കാരണം എന്തെന്ന് വെച്ചാൽ ഓപ്സിൻ മോളിക്യൂൾസിലുള്ള അമിനോ ആസിഡിൻ്റെ ഡിഫറൻസ് ആണ് എന്തിന് ഡൈവേഴ്സിറ്റിക്ക് കാരണമായിട്ട് വരുന്നത്. സോ കോൺ സെൽസ് പ്രൊവൈഡ് കളർ വിഷൻ. ഇപ്പോൾ കോൺ സെല്ലിൽ പ്രസൻ്റ് ആയിട്ടുള്ള പിഗ്മെൻ്റ് ആണ് photopsin or iodopsin. The shape is cone shaped and function provide color vision. So that's about the rod cells and cone cells. They are seen in our photoreceptors. Okay, so that's about our retina and photoreceptors. Okay, let's wind up our class today. So thank you.